കർത്താവെ, അങ്ങേക്ക് നിരക്കാത്തതൊന്നും തന്നെ ഈ വാതിലിനുള്ളിലൂടെ എൻ്റെ കുടുംബത്തിലേക്കോ കുഞ്ഞുങ്ങളിലേക്കോ ജീവിതങ്ങളിലേക്കോ പ്രവേശിക്കാതിരിക്കട്ടെ. വലിയ പ്രാർത്ഥനയാണ്. ഞാൻ വയ്ക്കുന്ന ഈ വാതിലിലൂടെ, ഞാൻ പണിയുന്ന ഈ ഭവനത്തിലേക്ക് ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും, എൻ്റെ ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും പ്രവേശിക്കാതിരിക്കട്ടെ. തിന്മകളൊക്കെ പുറത്ത് നിൽക്കട്ടെ. എപ്പോഴാണോ നമ്മളതിനെ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്, അത് ചിലപ്പോൾ ഒരു കള്ളുകുപ്പിയുടെ രൂപത്തിലാവാം, ചിലപ്പോൾ തെറ്റായൊരു സ്നേഹബന്ധത്തിൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിശ്വസ്തനായിട്ടുള്ള, നമ്മളെ തകർക്കാനായിട്ട് മനഃപൂർവ്വം വരുന്ന ചില മനുഷ്യരുടെ രൂപത്തിലാവാം, ചില TV പ്രോഗ്രാമുകളുടെ രൂപത്തിലാവാം, പ്രാർത്ഥന വേണ്ടെന്ന് പറയുന്ന ചില പഠനങ്ങളുടെ രൂപത്തിലാവാം. ഉള്ളതാ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാ. എപ്പോഴാണോ ഈ വെള്ളമുള്ളിൽ കയറാൻ, നമ്മളുടെ കുടുംബത്തെ നശിപ്പിക്കാനും മാത്രമുള്ള ഒരു 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 പ്രളയത്തെ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്, അതിന് സ്ഥാനം കൊടുക്കുന്നത്, അത് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചിരിക്കും. ശക്തനായുധധാരിയായി കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ ഭവനം സുരക്ഷിതമാണ്. വചനം പറയണതാ. ഇന്നത്തെ പ്രാർത്ഥനയോടുകൂടെയും കരുതലോടുകൂടെയും നമ്മൾ കൊണ്ടു നടന്ന, ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയ, പരിപാലിച്ചൊരു കുടുംബം ഇങ്ങനെ തകർന്നു പോകുന്നത് നിസ്സഹായതയോടുകൂടെ നോക്കി നിൽക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ അറിയാം. അത്രയ്ക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു ആ ഭവനത്തിൽ, അത്രയ്ക്ക് ഒരുമയുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തിരുന്നത്. പക്ഷേ മക്കൾ വളർന്നപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായപ്പോൾ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കാനായിട്ട് നേരമില്ലാതായപ്പോൾ, നിസ്സഹായതയോടുകൂടെ നോക്കിക്കാണേണ്ട വിധത്തിൽ ഭവനം ഇങ്ങനെ തകർന്നു തുടങ്ങുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ ഒരുമിപ്പിച്ച് നിർത്തണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. അങ്ങേക്ക് നിരക്കാത്തതൊന്നും തന്നെ ഈ വാതിലിനുള്ളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്കോ പ്രിയപ്പെട്ടവരിലേക്കോ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ കാവൽക്കാരനായ കർത്താവിനെ, എൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരൻ, നിൻ്റെ ഇസ്രായേലിൻ്റെ സംരക്ഷകൻ മയങ്ങുകയില്ല, നിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, ആ കർത്താവിൻ്റെ അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും പരിപാലനയ്ക്കും വേണ്ടി എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമതി.